ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ശേഷം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസും പ്രധാനപ്പെട്ട സ്റ്റോക്സും എല്ലാം വരിവരിയായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലെ ഇന്നത്തെ അവസ്ഥ നമുക്ക് നോക്കാം. അപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ നമുക്ക് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ബട്ട് നാസ്ഡാക്ക് ആൻഡ് S&P 500 ക്ലോസിംഗ് നോക്കുമ്പോഴത്തേക്കും അത്ര എന്താ പറയുക, ഒരു ബെറ്റർ ക്ലോസിംഗ് ഒന്നും അല്ല, ഒരു നെഗറ്റീവ് ക്ലോസിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കാം. യൂറോപ്യൻ മാർക്കറ്റ്സിൽ അത്യാവശ്യം നെഗറ്റിവിറ്റി ഉണ്ടെന്നാലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് തായ്വാൻ മാർക്കറ്റ് നമുക്ക് നോക്കാം. തായ്വാൻ വെയിറ്റഡ് ഡൗൺ സൈഡ് ആണ് ആൻഡ് ഹാങ്സങ് ഡൗൺ സൈഡ് ആണ്. ഇപ്പോൾ തായ്വാൻ ഡൗൺ സൈഡ് പോകുന്നതിന് കുറച്ചും കൂടെ കാരണങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ തായ്വാനിലെ ഒരു യുദ്ധഭീഷണി അല്ലെങ്കിൽ ചൈനീസ് സർക്കാരുമായിട്ടുള്ള യുദ്ധഭീഷണി നിലനിൽക്കുന്നുണ്ട്. അത് അവരുടെ ഒരു 80ഓളം വാർഷിപ്പുകളും പ്ലെയിൻസിനെയും വാർ പ്ലെയിൻസിനെയും എല്ലാം സ്പോട്ട് ചെയ്തതായി തായ്വാൻ സർക്കാർ പറഞ്ഞാൽ നമ്മൾ ഓർക്കണം. സോ അവിടെ ഒരു യുദ്ധഭീഷണിയും കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാഷിൻ്റെ സാധ്യതകൾ നിലനിന്നുകൊണ്ടാണ് ഏഷ്യൻ മാർക്കറ്റ്സിൽ ചെറിയ ഡൗൺ സൈഡ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അത് ആ യുദ്ധഭീതി അങ്ങ് നീങ്ങിയാൽ പ്രത്യേകിച്ച് മാർക്കറ്റിനെ ദോഷകരമായിട്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്ലൈറ്റ്ലി ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ലിക്വിഡിറ്റി ഏരിയാസിലാണ് മാർക്കറ്റ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു, ലിക്വിഡിറ്റി ഹണ്ട് നടത്തി. ആൻഡ് ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് അപ്സൈഡ് പോകണമെങ്കിൽ ഒരു ബെറ്റർ ഏരിയയാണ് ഇപ്പോൾ നിൽക്കുന്ന 25,930 എന്നുള്ള റേഞ്ച്. അപ്പം മാർക്കറ്റിൻ്റെ ഒരു ടോട്ടൽ ഡിമാൻഡ് ഏരിയാസ്, ഇതൊരു നല്ല ഡിമാൻഡ് ഏരിയ ആയിട്ട് നമ്മൾ പലവട്ടം കൺസിഡർ ചെയ്ത സോണാണ്. അത് കണ്ടിന്യൂ ചെയ്യാം, ആ ഒരു വ്യൂ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡ് വന്നാൽ പാനിക് ആവേണ്ട ആവശ്യമില്ല. കാര്യം ഇതാണ് ഒരു പ്രോപ്പർ ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സോണാണിത്. സോ ഒരു ക്രാഷ് ഉണ്ടായാൽ ഒരു 25,930 നിന്ന് ഒരു 25,760 200 പോയിന്റ്സ് ഡൗൺ സൈഡ് വന്നാൽ നമ്മൾ ടോട്ടലി മാർക്കറ്റ് ക്രാഷ് ആയി എന്നുള്ളൊരു ചിന്ത വേണ്ട. കാര്യം ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി എനിക്ക് കുറച്ച് ഹൈ പോസിബിലിറ്റിയാണ് തോന്നുന്നത്. 25,600 to 700 സോണ് മാർക്കറ്റിൻ്റെ ഡിമാൻഡ് ആയിട്ട് പ്രോപ്പർലി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു സോണാണ് ഇത്. ഇപ്പോൾ ഡിമാൻഡായിട്ട് നമുക്ക് മാർക്ക് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ 200 പോയിന്റ്സ് ഡൗൺ സൈഡ് വന്നാലും മാർക്കറ്റ് ക്രാഷ് ആയി എന്ന് വല്ലാതെ പാനിക് ആവാതെ ഈ ഡിമാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയോടെ നോക്കി കാണാം. ഓക്കെ, അപ്പം എൻ്റെ വ്യൂ അങ്ങനെയാണ്. അപ്പോൾ ഒരു ഇൻട്രാഡേ ലെവലിലും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിൽ പ്രോപ്പർലി ഉള്ള സെല്ലിംഗ് സോൺ ഇതാണ്. ഓക്കെ, ഈ ഒരു സോണാണ്. 26,000 കടന്നു കിട്ടിയാൽ ഒരു നല്ല മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് 26,000 കടന്നു കിട്ടിയാൽ അപ്പോൾ മേ ബി മാർക്കറ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് ഡൗൺ സൈഡ് വന്ന ശേഷം ഒരു ഈ ഒരു ഏരിയയിലേക്ക് ഒന്ന് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം കണ്ടില്ലേ, ഇത് ഇത്രയും നല്ലൊരു സെല്ലിംഗ് സോണാണിത്. സോ മാർക്കറ്റ് 26,000 കടക്കുന്നവരെ റിസ്കി ഏരിയ ആയിട്ട് കണക്കാക്കുക. 26,000 കടന്നു കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ആവാൻ പോസിബിലിറ്റി ഉണ്ട്. ഒരു നല്ല ബയേഴ്സിൻ്റെ പ്രഷർ 26,000 എബോവ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് ഒരു പ്രോപ്പർ സെല്ലിംഗ് സോണായിട്ട് തന്നെ കണക്കാക്കി തന്നെ നിങ്ങൾ നിൽക്കുക കേട്ടോ. 26,000 ആൻഡ് ഈ ഒരു ഏരിയ ഇൻട്രാഡേ ലെവലിലെ ഈ ഒരു സോൺസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഏരിയ ഉണ്ട്. ഈ ഗ്യാപ്പ് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ മേ ബി ഈ ഏരിയയിൽ നിന്നും റിവേഴ്സൽ നമുക്ക് പ്രതീക്ഷിക്കാം. 25,825 to 25,800 എന്നുള്ള സോഡ് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു വ്യൂവിൽ നമുക്ക് മുൻപോട്ട് പോകാം. ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റ് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിഫ്റ്റി ബാങ്ക് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ തന്നെ സെയിം വ്യൂ കണ്ടോ. കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ സെയിം വ്യൂവിൽ പോകുന്നതിൻ്റെ കാര്യം ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ആവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം നിഫ്റ്റി ബാങ്ക് ടോട്ടലി ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് അടുക്കുന്നുണ്ട്. ഈ ഒരു സോൺസ് എന്നൊക്കെ പറയുന്നത് പ്രോപ്പർലി ഡിമാൻഡ് ഏരിയ തന്നെയാണ്. അപ്പം നിഫ്റ്റി ബാങ്ക് ഒന്ന് ആ ഡിമാൻഡ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് താഴെ വന്നാലും മാർക്കറ്റിന് വീണ്ടും ഡിമാൻഡ് ഏരിയയിലേക്ക് തന്നെയാണ് വരുന്നത്. ആൻഡ് ഈ ഒരു വിക്ക് കാണുന്ന ഈ സോൺസ് മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്ന ഏരിയ ആയിരിക്കാം. ആൻഡ് ഇതിൻ്റെ എബോവ് 59,120 മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു സപ്ലൈയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ അത്രേ ഞാൻ വ്യൂ പറയുന്നുള്ളൂ. കാര്യം വരട്ടെ, ആ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഹൈ ലെവലിൽ നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റോക്സിൻ്റെ ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചധികം ന്യൂസസ് ഉണ്ട്. അപ്പം നമുക്ക് ബാധിക്കുന്ന ന്യൂസ് പറഞ്ഞാൽ ലൂപ്പിനാണ്. അപ്പം ലൂപ്പിൻ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുന്ന ഒരു കമ്പനിയാണ്. കമ്പനി ഒരു എക്സ്ക്ലൂസീവ് ലൈസൻസ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അഗ്രിമെൻറ്റ് ഗാൻ ആൻഡ് ലീ ഫാർമസ്യൂട്ടിക്കൽസ് ആയിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. ചൈനീസ് ആണ് കമ്പനിയുടെ ഓണർഷിപ്പ് ഉള്ളത്. ഇപ്പോൾ ഒരു മരുന്നിൻ്റെ ആയിട്ടുള്ള ഇതാണ് ഇഞ്ചക്ഷനാണ്.
ബൊഫാൻ ഗ്ലൂട്ടൈഡ് ഇഞ്ചക്ഷൻ എന്നാണ് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓവർ വെയിറ്റ് ആൻഡ് ഒബിസിറ്റി അനുഭവപ്പെടുന്ന ആളുകൾക്ക് ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റിനുള്ള മരുന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈസൻസിങ് എഗ്രിമെന്റ് ആണ് ലൂപ്പിൻ സൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ലൂപ്പിൻ ഞാൻ ഇന്നലെ തൊട്ടേ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ലൂപ്പിൻ ജസ്റ്റ് ഞാൻ ചാർട്ട് കാണിക്കാം. ലൂപ്പിൻ ഇന്നലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ച സാധനമുണ്ട്. ഒരു സ്റ്റോക്കാണ്. ലൂപ്പിനിലൊരു ട്രേഡ് പോസിബിലിറ്റി കറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതൊരു കൺഫർമേഷൻ വരാത്തതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ലൂപ്പിനായിട്ട്. സോ എബോവ് 2000 ഞാൻ 140 ആണ് ഒരു പ്രോപ്പർലി ഉള്ളൊരു ഒരു ട്രേഡിന് പോസിബിലിറ്റി. സോ ഇത് കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഒരു സപ്ലൈ റേഞ്ചിൽ നിന്ന് ഒരു ടോട്ടൽ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നേരിട്ടു. സോ പോസിറ്റീവ് ന്യൂസസ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഈ സപ്ലൈ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. ഈ ടോട്ടലി ഈ ഒരു ഏരിയയ്ക്ക് എബോവ് ആണ് നല്ലൊരു ട്രേഡ് പോസിബിലിറ്റി ഉള്ളത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ലൂപ്പിനിലൊരു ട്രേഡ് പോസിബിലിറ്റി വരും. അപ്പോൾ ഈ ഒരു സെല്ലിംഗ് പ്രഷർ മറികടന്ന് മാർക്കറ്റ് ഒന്ന് അപ്സൈഡ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതിൽ ട്രേഡ് എടുത്തൊന്ന് നോക്കാം. ഓക്കെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് RVNL ആണ്. അറിയാം, റെയിൽവേക്ക് RVNL ഒരു ലോസ്റ്റ് ബിഡറായിട്ട് വന്നിട്ടുണ്ട്. 201 ക്രോസിന്റെ പുതിയ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ഒരു ഓർഡറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും അടുത്തതിന് പോസിറ്റീവ് ന്യൂസ് ആയിട്ട് RVNLന് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ബജറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ബജറ്റ് സെക്ഷന് മുന്നേ റെയിൽ സ്റ്റോക്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെന്റ് ആണ് വരുന്നത്. ഓക്കെ, ഡിഫൻസ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി, അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്കുകളിൽ ബജറ്റിന് മുന്നേ ഉള്ള മൂവ്മെന്റ്സ് നമുക്ക് പോസിബിളി കാണാൻ കഴിയും. BLന് ഒരു അഡീഷണൽ ഓർഡേഴ്സ് വന്നിട്ടുണ്ട് 569 കോടിയുടേത്. അപ്പോൾ റഡാർ, ടാങ്ക്, ഓവർഹോൾസ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്, ഫയർ കൺട്രോൾ സിസ്റ്റം, സ്റ്റിമുലേറ്റേഴ്സ്, ആന്റിന സ്റ്റെബിലൈസേഷൻ സിസ്റ്റം, സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ, കമ്പോണൻസ്, അപ്ഗ്രേഡ്സ് ആൻഡ് സ്പെയർസ്. ഇപ്പോൾ ഇന്നലെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് മോസ്റ്റ്ലി 75,000 കോടിയിലധികം വരുന്ന വലിയൊരു ഡിഫൻസ് അക്യൂസേഷൻസിന്റെ ക്യാഷ് അലോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡിഫൻസ് സ്റ്റോക്കുകളിലും ഇനി ഫണ്ട് ഫ്ലോ ചെയ്യാനുള്ള പോസിബിലിറ്റി നമ്മൾ കാണുക. ഇപ്പോൾ ഡിഫൻസും റെയിൽവേ ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും നമുക്ക്, ഫെർട്ടിലൈസേഴ്സ് കൊണ്ട്. ഓക്കെ, ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ന്യൂസസ് ഉണ്ട്. അത് നല്ല പ്രധാനപ്പെട്ട ന്യൂസ് ഒന്നുമല്ല. പിന്നെ അമിത് പൈത്തൻകർ വാർ എനർജീസിന്റെ ഒരു പൊസിഷൻ, ഹോൾ ടൈം ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പൊസിഷനിൽ നിന്ന് തൽക്കാലം റിസൈൻ ചെയ്ത ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് വേറെ ഉള്ളത് ക്യൂപ്പിഡിനെ അറിയാം. ഏറ്റവും കൂടുതൽ റിട്ടേൺസ് വന്ന ഒരു കമ്പനിയാണ് ക്യൂപ്പിഡ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട് ക്യൂപ്പിഡിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പം ഇത്രയും ന്യൂസസ് ഇന്ന് അത്യാവശ്യമുണ്ട്. പിന്നെ ഹൊണാസ കൺസ്യൂമറിന്റെ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ ഉണ്ട്, വരുൺ അലഗ് എന്ന് പറഞ്ഞ ആള്. പുള്ളി 18.51 ലക്ഷം സ്റ്റേക്സ് ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഹൊണാസ കൺസ്യൂമർ നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നലെയും ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹൊണാസ വാച്ച് ചെയ്യാൻ വേണ്ടി നിന്നെയാണ്. ഹൊണാസ കൺസ്യൂമേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിൽ നിൽക്കുകയാണ്, കണ്ടില്ലേ. ഹൊണാസ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് വന്ന ശേഷം നല്ലൊരു ബേസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹൊണാസ കാരണം മാർക്കറ്റ് 277 ആണ്. അപ്പോൾ ഒരു മൂവ്മെന്റ് പോസിബിലിറ്റി ഉണ്ട്. എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് വെക്കുക ഹൊണാസ. അപ്പോൾ ഇൻസൈഡ് ട്രേഡിംഗ് കൂടെ നടന്ന സ്ഥിതിക്ക്, പ്രൊമോട്ടർ ബൈയും കൂടെ നടന്ന സ്ഥിതിക്ക് ഈ സ്റ്റോക്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ട്. എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടാക്കാം. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റോക്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് അപ്സൈഡ് ആണ് പോകുന്നതെങ്കിൽ കൂടുതൽ സ്റ്റോക്സ് ലൈവ് മാർക്കറ്റിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.